വീട്ടിലേക്ക് കയറി വരുന്ന കൊതുകുകളെ, ഈച്ചകളെ, പൊടിയീച്ചകളെ, പല്ലി, എലി എന്നീ എല്ലാം വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ തുരുത്താൻ ഇത് മാത്രം മതി. ഈ മഴക്കാലത്ത് കയറി വരുന്ന കൊതുകുകളെ എങ്ങനെ നമുക്ക് തുരുത്താൻ പറ്റും? അതിനായിട്ട് കടയിൽ 5 പൈസ മുടക്കണ്ട. നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഒരു സ്പൂൺ കടുക് ഉണ്ടെങ്കിൽ കൊതുകിനെയും എലീനെയും എല്ലാം വീട്ടിൽ നിന്ന് പരിസരത്ത് നിന്നും പറപ്പിക്കാൻ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് കടുകാണ് കേട്ടോ. അപ്പോൾ ഈ കടുക് കൊണ്ടാണ് ഞാൻ ഇന്നിവിടുത്തെ കൊതുകിനെ, എലികളെയും പല്ലികളെയും എല്ലാം ഓടിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുക? 1 ടീസ്പൂൺ കടുക് മാത്രം മതി. നമുക്കിതിന് ഒരുപാടൊന്നും വേണ്ട. നമ്മൾ ഡെയിലി വീട്ടിലുള്ള സാധനമാണ് കടുക്. ഇതിന് വളരെ നല്ല ഔഷധ ഗുണമാണുള്ളത്. അപ്പോൾ കടുക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കടുകെണ്ണ എടുത്താലും മതി കേട്ടോ. അപ്പോൾ കടുകെണ്ണ ഇല്ലാത്തവർ കടുക് എടുക്കുന്നതാണ് ഏറ്റവും നല്ല. കടുകെണ്ണക്കാട്ടും നല്ല എഫക്റ്റ് ഉണ്ട് കടുകിന്. അത് നമുക്ക് ഒരു ഇടികല്ലിലേക്കിട്ട് നല്ല ഒന്ന് ചതച്ചെടുക്കണം. ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്നിടം വരെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ ഇടികല്ലിയിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുകൊന്നും താഴെയൊന്നും കളയാതെ തൂകാതെ വേണം നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കാൻ. എല്ലാവരും പറയും കടുക് വീണ വീട്ടിൽ വഴക്കുണ്ടാവുമെന്ന് പറയും. സത്യമാണോ ഇല്ലെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ഇതുപോലെ നാക്കിയെടുക്കുമ്പോൾ തന്നെ കടുക് നല്ലപോലെ പൊട്ടി ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട 2 കഷ്ണം വെളുത്തുള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇട്ട് ചതയ്ക്കുന്നില്ല. ഞാൻ സെപ്പറേറ്റ് ആണ് ഇത് ചതച്ചെടുക്കുന്നത്. വീട്ടിൽ തൊലി കളയാത്ത വെളുത്തുള്ളിയാണെങ്കിലും മതി, അല്ല തൊലി കളഞ്ഞുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഇപ്പം ഒരു പാത്രത്തിലേക്ക് ഞാനത് പൊടിച്ച് വെച്ചിരുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി 2 ചോള വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ 2 ചോള വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ചതച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ കൊതുകിനെ തുരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനൊന്ന് ചെയ്യാം. ഫസ്റ്റ് ടിപ്പ്, ഇത് കണ്ടില്ലേ, ഇതുപോലൊരു എല്ലാവരുടെ വീടുകളിൽ കാണും ഇങ്ങനത്തെ സ്റ്റാൻഡ് കാണും അല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കടുക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീട്ടിലെ ഇതിനായിട്ട് സെപ്പറേറ്റ് ഓയിലൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ പപ്പടം പൊരിച്ച എണ്ണയോ സ്നാക്സ് പൊരിച്ച എണ്ണയോ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. അതും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ തിരി വീട്ടിലുണ്ടെങ്കിൽ തിരി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു തുണിയെ എന്തെങ്കിലും ഒരു പീസ് തുണിയാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പീസ് തുണി ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. നമ്മൾ തിരി പോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഈ എണ്ണയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഇതുപോലൊരു തിരി ഇടുന്നുണ്ട്. ഞാനൊരു തിരി ഇതുപോലെ ഒരു വെള്ളത്തുണിയും കൊണ്ടാണ് ഇടുന്നത്. എന്നിട്ട് അതൊന്ന് കത്തിച്ച് വെച്ച് വീടിനുള്ളിലൊന്നും നമ്മളിത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഒരിടത്ത് വെച്ചാൽ മതി. ഒന്ന് ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ സ്ലാബിൻ്റെ മുകളിൽ അങ്ങനെ വെച്ചാൽ മതി. കുട്ടികൾ കയ്യെത്തടുത്തൊക്കെ വെച്ചാൽ കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ല് എല്ലാവർക്കും അറിയാമല്ലോ. കൊതുകിന് ഈ ഒരു സ്മെല്ല് ഇഷ്ടമല്ല. അതുകൊണ്ട് കൊതുക് വീടിനുള്ളിലുണ്ടെങ്കിലും ജനലിൻ്റെ പിന്നെ കർട്ടൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കൊതുകുകളെല്ലാം വീട്ടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ പോകുന്നതായിരിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഇപ്പം ഞാൻ കിച്ചണിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. ഇവിടെ വെച്ച് കൂടുതലും നമ്മളെ വീട്ടമ്മമാരൊക്കെ കിച്ചണിൽ നിന്ന് പണിയുമ്പോൾ കൊതുക് ഭയങ്കര ശല്യമാണ്. മിന്താണ്. കൊതുകിനെക്കാട്ട് ശല്യം മിന്താണ്. മിന്തിനെ തുരുത്താനും ഇത് മാത്രം മതി. ഇനി ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. കൊതുകിനെ കുറിച്ചാണ്. കൊതുക് കടിക്കുമ്പോൾ എല്ലാവരും അടിക്കും. പക്ഷേ കൊതുക് കടിക്കാതെ തന്നെ ആളുകൾ അടിക്കുന്ന ഒരേ ഒരു ജീവി ഏത്? അതെന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കുസൃതി ചോദ്യത്തിന് ആർക്കെങ്കിലും ഉത്തരം അറിയാമെന്നുള്ളവരൊന്നും കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ അതേ രീതിയിൽ വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് ഫൈനായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ കടുകിൻ്റെയും വെളുത്തുള്ളിയുടെയും സത്ത് അതിലേക്ക് അലിഞ്ഞിറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇത് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കൊരു നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്പ്രേ ബോട്ടിലോട്ടോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിൽ കിച്ചണൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടച്ചിട്ടതിന് ശേഷം ഈ വെള്ളം കൊണ്ട് നമ്മുടെ കിച്ചൺ ടൈല്, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ്, ഡൈനിങ് ടേബിൾ ഇതെല്ലാം നല്ലപോലെ തുടച്ചിടുവാണെങ്കിൽ പല്ലി, എലി, പാറ്റ ഇതൊന്നും ആ വശത്ത് വരത്തില്ല. ഇതിനൊരു സ്മെല്ല് കാരണം വരത്തില്ല. അതുപോലെ വർക്ക് ഏരിയ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ അവിടെ കയറി വരുന്ന ചെലന്തി, പ്രത്യേകിച്ച് ചെലന്തി വലയൊക്കെ കൂട് കെട്ടി നിൽക്കുന്നില്ലേ, അതൊക്കെ പോകാനും ചെലന്തിയുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് ഈ ഒരു സൊല്യൂഷനൊക്കെ. അപ്പം ഞാൻ ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഞാൻ ഒരു കുപ്പിയിലേക്ക് ഞാനിതിവിടെ ഒഴിച്ച് വിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വിനാഗിരിയോ ബേക്കിംഗ് സോഡ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കുപ്പിയുടെ ഇപ്പോൾ ഒരു കുപ്പിയിലാണ് ഊറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാണെങ്കിലും മാറ്റാം കേട്ടോ.
കേട്ടോ. അപ്പോൾ ഞാനത് കുപ്പിയുടെ അടപ്പിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഞാൻ ഡൈനിങ് ടേബിളിലും അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സിങ്കിലാണ് കേട്ടോ. രാത്രിയിലൊക്കെ നമ്മൾ സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് സിങ്കിൻ്റെ ഉള്ളിലേക്ക് ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ചെറിയ ചെറിയ പ്രാണികൾ കീടാണുക്കൾ ഇങ്ങനെയൊക്കെ കയറി വരുന്നത് അതെല്ലാം മാറുന്നതാണ്, അതെല്ലാം പോകുന്നതാണ്. അത് മാത്രമല്ല ഇതിനകത്തൊക്കെ എലി പല്ലി പാറ്റൊക്കെ ഇതിൻ്റെ അകത്തെ ആഹാരത്തിൻ്റെ അംശങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് നശിപ്പിച്ച് വെക്കും. അപ്പോൾ അതിലെല്ലാം ഒഴിച്ചു കൊടുക്കും. അതുപോലെ നമ്മുടെ വാഷ് ബേസിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, കുട്ടികളൊക്കെ നശിപ്പിച്ച് വെക്കുന്നതാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഉറുമ്പ്, അതിൻ്റെ ശല്യം വളരെ കൂടും. ഉറുമ്പ് അതുപോലെ തന്നെ പല്ലി പാറ്റയുടെയൊക്കെ ശല്യം കൂടുക, കൊതുകിൻ്റെ ശല്യവും കൂടും കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ടോയ്ലറ്റിലാണ് കേട്ടോ. ക്ലോസറ്റിനുള്ളിലേക്ക് രാത്രി കിടക്കുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിടുവാണെങ്കിൽ ടോയ്ലറ്റിൻ്റെ അതിൻ്റെ ഇതിൽ നിന്ന് ഒരുപാട് കൊതുക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഒഴിച്ചിടുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, കൊതുക് വീട്ടിനുള്ളിലേക്ക് കയറി വരുത്തില്ല കേട്ടോ. അതുപോലെ പല്ലി പാറ്റാടെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ ബാക്കി വന്ന നമ്മുടെ കടുകും കൊണ്ട് കടകിലേക്ക് കുറച്ച് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല വെന്ത ചോറുണ്ട് എടുത്തോളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചൂടുചോറുണ്ടായാലും നല്ലതാണ്, അല്ലെങ്കിൽ നല്ലപോലെ നമുക്ക് നല്ലപോലെ ഒരു ഞെവിടി എടുക്കേണ്ടതാണ്. അതിലേക്ക് ഞാൻ ഇത് ഈ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കളറിൻ്റെ പൊടിയില്ലേ മേടിക്കാൻ കിട്ടുക, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കളർഫുള്ളായിട്ട് അത് ഇരിക്കുക. അപ്പോൾ ഈ കളർ കണ്ടിട്ട് എലിയും പല്ലിയും പാറ്റും ഒക്കെ നല്ലൊരു ആകർഷിച്ചിട്ട് അത് വന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ഇട്ടുകൊണ്ട് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കളർ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും സൊല്യൂഷൻ എന്താ കാര്യങ്ങളുണ്ട്, ഹാർപ്പിക്ക് എന്താണ് ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഒരു പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതോടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ അടപ്പുകളാണ്, പ്ലാസ്റ്റിക് അടപ്പുകൾ കാണാം. ആ പ്ലാസ്റ്റിക് അടപ്പുകളിലേക്ക് ഇതെടുത്ത് ഉരുളയായിട്ട് വെച്ചിട്ട് എലികൾ പല്ലികൾ പാറ്റകളൊക്കെ വരുന്ന സൈഡുകളിലെല്ലാം കബോർഡ് അങ്ങനെ പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ ഗ്യാസ് ഊറ്റി വെക്കുന്ന സൈഡുകളിൽ എല്ലാം നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എവിടെയാണോ ശല്യം കൂടുതൽ അവിടെ നിങ്ങൾ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്ന ഇതുപോലൊരു ന്യൂസ് പേപ്പറാണ്. കാര്യം ന്യൂസ് പേപ്പറുകളൊക്കെ എലികളൊക്കെ ഒരുപാട് വന്ന് കടിച്ച് പറിച്ച് നുറുക്കി ഇടുന്നതാണ്. അതുപോലെ തുണികൾ, ഇപ്പോൾ തുണികളിലും ന്യൂസ് പേപ്പറിലൊക്കെ വെക്കുവാണെങ്കിൽ എലികൾ വരുന്ന അത് കടിച്ചെടുത്ത് തിന്നുമെന്ന് ഉറപ്പാണ്. അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ വയറൊക്കെ വീർത്തിട്ട് വീട്ടിൽ ഉള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് പോകുന്നതാണ് കേട്ടോ. പല്ലിയൊക്കെ ആണെങ്കിലും കൂട്ടത്തോട് ചത്ത് പൊക്കോളും, പാറ്റൊക്കെ ചത്ത് പൊക്കോളും. അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് ഈ ഒരു ഇതിന് കേട്ടോ. ഇത് ആഹാരമൊക്കെ ചോറൊക്കെ ആയത് കാരണം വന്ന് കഴിക്കുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ ഇത് ഞാൻ നല്ലപോലെ എൻ്റെ ആ പേപ്പറിലാണ് ഞാൻ തേച്ച് വെക്കുന്നത്. അത് തേച്ച് വെച്ചതിന് ശേഷം ഇതിനെ ഒരു സ്മെല്ല് അടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിലാണ് ഒഴിച്ച് ആ ഓയിലിൻ്റെ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് വന്ന് ഇതെടുക്കും. എന്നിട്ട് അങ്ങനെ കഴിച്ചിട്ട് അത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നതായിരിക്കും, തല തെറിച്ച് ഓടുന്നതായിരിക്കും കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ്. നമ്മൾ കടലിൽ നിന്ന് വിഷാംശങ്ങളൊന്നും മേടിച്ച് വീട്ടിലൊന്നും വെക്കില്ല. കാര്യം നമ്മൾ ഒത്തിരി വളർത്തു മൃഗങ്ങളും നമ്മുടെ കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ, അതൊക്കെ അപകടമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഈ സിമ്പിളായിട്ട് ഇതുങ്ങളെ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതുള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. പിന്നെ ഇത് നിങ്ങൾ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ, അത് കോഴികൾ അതുപോലെ തന്നെ പൂച്ചകൾ ഇതൊക്കെ പിടിച്ച് കൂട്ടിനുള്ളിൽ ഇട്ടതിന് ശേഷം വേണം, രാത്രിയിൽ വേണം ഇത് നിങ്ങൾ ചെയ്യാനായിട്ട്. പകലൊന്നും വെച്ചാൽ യാതൊരു ഫലവും ഇല്ല. ഇത് രാത്രി നമ്മൾ കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് കയറി കിടന്ന് ആ ഒരു സമയത്താണ് ഇതുങ്ങളെല്ലാം ഇറങ്ങുന്നത്. ആ സമയത്ത് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ഗ്യാസ് കുറ്റിയുടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വർക്ക് ഏരിയയുടെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര ശല്യമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ഇപ്പം ആ ഒരു ശല്യമില്ല, അടിയുടെ പല്ലിയുടെ പാറ്റയുടെ ഒന്നും ശല്യമില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈച്ചയെ അതുപോലെ പൊടി ഈച്ചേനെ പിടിക്കാനും വളരെ നല്ലതാണ് ഇത് കേട്ടോ. അതിൽ വന്ന് തിന്നുമ്പോൾ അതങ്ങ് ചത്തു പൊക്കോളും. അതുപോലെ കണ്ടില്ലേ, ഞാനിങ്ങനെ കടുക് വെള്ളത്തിൽ ഇതുപോലെ വിനാഗിരി ഒഴിച്ചിട്ട് ഇട്ട് വെച്ച വെള്ളമാണ്. ഇതിനകത്ത് ഈച്ച ചത്ത് കിടക്കുന്നത് കണ്ടില്ലേ. ഞാൻ ഒരു പരീക്ഷണത്തിന് വെച്ചാണ്, പക്ഷെ നല്ല സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഇടാം. അതുപോലെ തന്നെ നമ്മൾ ആ കടുക് അരിച്ചെടുത്ത കടുകും വെളുത്തുള്ളിയുടെ ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. പൊടിയീച്ച വന്ന് ഇതിലിരുന്ന് ചത്തു പൊക്കോളും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇന്നത്തെ കൊതുകിനെ തുരത്തുന്ന എലികളെ എല്ലാം ഓടിക്കുന്ന ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.